1, 2, 3. ടോസ് ഓഫീസേഴ്സ് 20 ബാറ്റിംഗ് തെരഞ്ഞെടുപ്പിക്കുന്നു. ക്യാപ്റ്റൻ കൂടിയായ കളക്ടർ. അവനറിയിൽ അവസാനത്തെ അമ്പ് അഭിജിത്ത് ബോൾ ചെയ്യുന്നു. ഓ, യോർക്കർ കണക്കിന് പന്ത് ഡിഫൻസ് ചെയ്യുന്നു ആഷിഖ്. Ashik facing Abhijit. 2 runs needed for victory. Oh, no ball. Unfortunately, no ball. Free hit, no ball. ജയിക്കാൻ 1 runs. The scores are level. 1 run needed for Exercise 11 for a win. Excellent sixer. With a sixer, Exercise 11 has finished this match. They have won by 7 wickets. ശ്രീലാൽ ശ്രീധർ, അനീസ്, വിനീഷ് തയ്യിൽ എന്നിവരെ ക്ഷണിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് MP ഓഫ്സൈഡിൽ ഡോട്ട് ബോൾ. ഹാട്രിക് ചാൻസ് മിസ്സായിരിക്കുന്നു. അടിപൊളി ബോൾ, യോർക്കർ ലെങ്തിൽ ഡോട്ട് ബോൾ. ഓവറായിരിക്കുന്നു. 4 ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ 32. 4 വിക്കറ്റ് നഷ്ടം. 24 ബോളുകളിൽ 37 റൺസാണ് പ്രസ് ക്ലബിന്റെ വിജയലക്ഷ്യം. റൺസുമായി നോട്ട് ഔട്ടായി നിൽക്കുകയാണ് കളക്ടർ. അടിച്ച് കസറി 2 6, 1 6 തടഞ്ഞിട്ടു. റൺസുമായി നോട്ട് ഔട്ടായി നിൽക്കുകയാണ് കളക്ടർ. അടിച്ച് കസറി 2 6, 1 6 തടഞ്ഞിട്ടു. Dot ball. ലോങ് ഹോളിലേക്ക്
അടുത്ത സിംഗിൾ നേടിയിരിക്കുകയാണ്. തന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഹാർദിക് മീണ. അതിഗംഭീരമായിട്ടുള്ള ഒരു സ്കൈ സേവ് എന്നൊക്കെ പറയാം. കേരളം മുന്നടക്കം പലതരത്തിലാണ് ലഹരിക്കെതിരെ മുന്നോട്ട് പോകുന്നത്. കായിക രംഗത്ത് നമുക്കറിയാം, ഒരു വിഭാഗം ആൾക്കാർ ഫുട്ബോളാണ് ലഹരി, മറ്റൊരു വിഭാഗം പറയുന്നു വായനയാണ് ലഹരി. ഇതാ പുതിയൊരു കൺസെപ്റ്റാണ്, ക്രിക്കറ്റാണ് ലഹരി. ഒരു ബോധവൽക്കരണം. നമുക്കറിയാം ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഹങ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് സാത്താൻ്റെ നാടായി മാറുന്നു എന്നുള്ളൊരു സംശയാസ്പദമായ ചിന്ത ഇന്ന് പുതിയ ജനറേഷൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്ത് വില കൊടുത്തും ഈ ലഹരിക്കെതിരെ നമ്മൾ പോരാടും എന്നുള്ളൊരു ക്യാപ്ഷനാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നാടിനെ നടുക്കിക്കൊണ്ടിരിക്കുന്ന, നാടിന് വിപത്തായി മാറിയിരിക്കുന്ന ഈ സംരംഭത്തെ എന്ത് വില കൊടുത്തും നമ്മൾ കേരളത്തിൽ നിന്ന് തുരുത്തും എന്ന് പറയുന്ന ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് ഇനിയും മുന്നേറാം. പുതിയ തലമുറയെ ഈ നാടിനകത്ത് സമ്പത്താണെന്ന് ബോധ്യപ്പെടുത്തുന്നത് വരെ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകാമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുന്ന നല്ല ഒരു ദിവസത്തിൻ്റെയും ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ രംഗത്തേക്ക് ഒരു കളിയായിട്ട് വന്നത്. അതിലേക്ക് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു. അറേഞ്ച് ചെയ്തതിന് എല്ലാവരുടെ പേരും, ഇന്നത്തെ ദിവസം കളിക്കാൻ ഇറങ്ങിയ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് ഏകദേശം ഉച്ച വരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും മറ്റ് ജോലിൻ്റെ ടെൻഷനായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം മറന്നിട്ട് ഈ ഒരു കളിക്കളത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. മറ്റ് ലഹരി അതുപോലത്തെ ഹാബിറ്റ്സിലോട്ട് പോകുന്നതിന് പകരം ഇങ്ങനെ നമ്മുടെ എനർജി നല്ലൊരു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജാണ് ഇന്നത്തെ ദിവസം പ്രസ് ക്ലബ്ബ് വയ്ക്കുന്നത്. സുവർണ 50-ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രസ് ക്ലബിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കൂടാതെ തന്നെ ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തട്ടെ. നമ്മൾ ലഹരിക്ക് എതിരായിട്ട് നമ്മൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താം. നമുക്ക് എല്ലാവർക്കും ഇതിൽ ഒന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്തായാലും ഇന്ന് പങ്കെടുത്ത എല്ലാ പങ്കെടുത്ത പ്ലേയേഴ്സിനും അല്ലാതെ നോൺ പ്ലേയേഴ്സിനും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയായിരുന്നു. എല്ലാവർക്കും അതുപോലെ വിഷു ആശംസകളും കൂടെ അറിയിക്കുകയാണ്. താങ്ക് യു. എനിക്ക് സന്തോഷമുണ്ട്. തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് ഈ കായിക രംഗത്ത് മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ആദ്യത്തെ ഒരു കളക്ടറായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കാരണം അതിനകത്ത് ഉദാഹരണം എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം നമുക്കറിയാം, തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിതമാകാൻ പോകുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം, അത് ടർഫ് സിന്തറ്റിക് ആക്കുന്നതിന് വേണ്ടി വളരെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ കൂടി ഏറ്റവും കൂടുതൽ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കളക്ടറെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ചിന്തകൾക്കുള്ള യൂത്ത് വിങ്ങിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഏത് അറ്റം വരെയും ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായ കളക്ടർ ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അർഹതപ്പെട്ട അടുത്തതായി മാൻ ഓഫ് ദ സീരീസ് കളക്ടർ ഇന്നലെ ഓർമ്മിപ്പിച്ചിരുന്നു. ആ സൗഹൃദം എല്ലാ അടിസ്ഥാനത്തിലും ഒരു സന്തോഷകരമായി പര്യവസാനിച്ചിരിക്കുന്ന ഒരുപാട് നന്ദിയുണ്ട്. കാരണം എത്രയേറെ തിരക്കുള്ള ആളുകളാണ് നമുക്കറിയാം.